ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിലെ പിലാത്തറ ടൗണിൽ നിന്ന് വെറും നടക്കാനുള്ള ദൂരത്തിൽ മേരി മാതാ ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന ഈ കാണുന്ന ഒരു 34 സെൻറ്റ് സ്ഥലവും അതിനകത്ത് ഈ കാണുന്ന ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കുമ്പോൾ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടോ. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തിട്ടൊക്കെ വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ മേലെ കാണുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞു കേട്ടോ. അതാക്കണം ആ കാണുന്ന നമ്മൾ NH 66 കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 100 മീറ്റർ നടക്കാനുള്ള ദൂരം കേട്ടോ. പിന്നെ അതാക്കണം ഈ കാണുന്ന നമ്മൾ മേരി മാതാ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത്. അതുപോലെ ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളൊക്കെ നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു സ്കൂളിൻ്റെ അടുത്ത് ഒരു വീടും സ്ഥലമൊക്കെ മേടിക്കണമൊക്കെ ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലം പ്ലോട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ തുടങ്ങണം നമുക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലം പ്ലോട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ അതാക്കണം ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ നമ്മളെ പിലാത്തറ ടൗണിൽ നിന്ന് നമുക്ക് വേണ്ടി വെറും നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതാക്കണേ ഈ കാണുന്ന റോഡാണ് നമ്മളെ പ്ലോട്ടിനകത്തോട്ട് പോകേണ്ടത്. ഇതാക്കണം ആ കാണുന്നതാണ് നമ്മളെ വീടും സ്ഥലം. ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോളേ നമ്മളെ ഈ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് ചെറുതാഴമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വില്ലേജ് വരുന്നത് ചെറുതാഴമാണ്. പിന്നെ താലൂക്ക് വരുന്നത് നമുക്ക് പയ്യന്നൂരാണ്. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12 കിലോമീറ്റർ ദൂരമുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്നൊക്കെ ഒരു 3.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അങ്ങോട്ട്. പിന്നെ നമുക്ക് കണ്ണൂർ പോകാം. കണ്ണൂരിന് ഏകദേശം ഒരു 35 കിലോമീറ്റർ. അതുപോലെ തളിപ്പറമ്പിനൊക്കെ ആണെങ്കിൽ ഒരു 13 കിലോമീറ്റർ ദൂരം കേട്ടോ. ഇനി ഇങ്ങോട്ട് വരും നമ്മൾ പ്ലോട്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുള്ള് ലെവലായി കിടക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഈ ഒരു 34 സെൻറ്റ് സ്ഥലം ഫുള്ള് ഇതേമാതിരി നല്ല വാട്ടർ ലെവലിൽ നല്ല ഫ്ലാറ്റായി കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഥലം മൊത്തത്തിൽ 34 സെൻറ്റ് സ്ഥലം ഫുള്ള് മതിലെല്ലാം കെട്ടിയും അതിലെല്ലാം ഫുള്ള് ബൗണ്ടറി ക്ലിയർ ആക്കിയിട്ടേക്കുന്നതാണ് കേട്ടോ. ഇനി ഇതാക്കണം ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് പ്ലോട്ടിനകത്തോട്ട് വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നിലവിൽ നമ്മളെ ഒരു പ്ലോട്ടിനകത്ത് ഈ കാണുന്ന ഒരു 4 ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടെല്ലാം ഉണ്ട്. ഇപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. കുറച്ച് പഴയ വീടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു വീട് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്ലോട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടേഴ്സൊക്കെ തുടങ്ങണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന നല്ല ലെവലായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ ഇതാക്കണം നമ്മളെ ഒരു പ്ലോട്ടിൻ്റെ തൊട്ടിപ്പുറത്ത് ആ കാണുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ അപ്പുറത്ത് കാണുന്നത് ഒരു കോൺവെൻ്റ് ആണ്. പിന്നെ ഇതാക്കണം ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം അടുത്തൊക്കെ ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂളിൻ്റെ അടുത്തൊക്കെ ഒരു വീട് സ്ഥലം മേടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ സ്ഥലം മൊത്തത്തിലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളൊന്ന് പോയിട്ട് കാണട്ടോ. നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മരങ്ങളായിട്ട് കുറച്ച് പ്ലാവെല്ലാം ഉണ്ട്. ഒരു 4-5ഓളം പ്ലാവെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ സ്ഥലം നിങ്ങൾ ഈ സ്ഥലം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഭാവിയിൽ പ്ലോട്ടുകളായിട്ട് 5 സെൻറ്റോ 10 സെൻറ്റൊക്കെ ആയിട്ട് പ്ലോട്ടുകളായി മുറിച്ച് കൊടുക്കാൻ പറ്റും നല്ല കിണ്ണം കാച്ച മുതൽ സ്ഥലം തന്നെയാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരും നമ്മൾ പ്ലോട്ടിനകത്തുള്ള വെള്ളത്തിൻ്റെ സൗകര്യത്തിനൊക്കെ നമുക്ക് കിണറുണ്ട്. പിന്നെ ഒരു ബോർവെല്ലും കൂടി ഉണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഈ കിണർ എന്നിട്ട് കാണിച്ചു കൊടുക്കാതാക്കണേ. കിണറിൻ്റെ എല്ലാം ചുറ്റുഭാഗം ഫുള്ള് കെട്ടിയിട്ടുണ്ട്. നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. മോട്ടറെല്ലാം വെച്ചിട്ടുണ്ട്. 365 ദിവസം അതേപോലെ വെള്ളം കിട്ടും. അത് നമ്മളെ ടൗണ് പിലാത്തറ ടൗണിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് അല്ലേ? അതെ, ഇവിടെ നല്ല പ്ലോട്ടുകളായിട്ട് മുറിച്ചു കൊടുക്കാൻ പറ്റിയ നല്ല റോഡ് ആകുകയും ചെയ്യും അല്ലേ? റോഡ് ലെവലിൽ കിട്ടുന്ന സ്ഥലം. ഇനിയിപ്പോൾ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നൊക്കെയാണ് നിങ്ങൾ വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇതാക്കുന്ന മതിലെല്ലാം ഫുള്ള് കെട്ടിയിട്ടുണ്ട്. ചുറ്റുഭാഗം ഇതേപോലെ ബാക്ക് സൈഡിലോട്ടൊക്കെ കേട്ടോ. പിന്നെ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇതാക്കുന്ന ഇവിടെ ഉണ്ട്. ഇപ്പോൾ പുതിയ കണക്ഷനോ കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പോസ്റ്റ് എല്ലാം കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാക്കണം ഇവിടെ എല്ലാം ഫുള്ള് വാഴ കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല മണ്ണുള്ള സ്ഥലവും കൂടി കേട്ടോ. കണ്ടില്ലേ ബാക്ക് സൈഡിലോട്ട്. ഇനിയിപ്പോൾ ഈ ഭാഗത്തോട്ടാണെങ്കിലും ഇവിടെയൊക്കെ മതിലെല്ലാം കെട്ടിയിട്ടുണ്ട്. ചുറ്റുഭാഗം അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. വലിയ വലിയ വീടുകളിലെ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇതാക്കണം ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ട്. വാഴ കൃഷിയെല്ലാം ഇങ്ങോട്ടൊക്കെ ഉണ്ട്. പിന്നെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഇങ്ങനെ പോയി നോക്കാം കേട്ടോ. ഈ ഒരു ഭാഗം കണ്ടല്ലോ നിങ്ങൾ ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തും ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ടല്ലെങ്കിൽ അതൊക്കെ വീടുകളാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇതിപ്പോൾ നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മളീ ഒരു പ്ലോട്ടിൻ്റെ അടുത്ത് നമുക്ക് നടന്നെത്താനുള്ള ദൂരത്തിൽ നമുക്ക് പിലാത്തറ ടൗണിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്ത്യൻ പള്ളിയെല്ലാം കേട്ടോ. അടുത്ത ആരാധനാലയങ്ങളോട്ടൊക്കെ പോകാൻ പിന്നെ അമ്പലങ്ങൾ അതിൻ്റെ ഇടയ്ക്കെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ സ്കൂള് പിന്നെ നമുക്ക് നടക്കാനുള്ള ദൂരത്തിൽ ഇവിടെ തന്നെ നമ്മളെ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മളെ മേരി മാതാ ഹയർ സെക്കൻഡറി സ്കൂളുള്ളത് കേട്ടോ. പിന്നെ ഇതാക്കണേ ഈ നമ്മൾ പ്ലോട്ടിൻ്റെ ഈ ഒരു സൈഡിലോട്ട് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുകയാണ്. ബാക്ക് സൈഡിൽ ഈ ഒരു സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇങ്ങോട്ടാണെങ്കിലും ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. നമ്മളെ ഈ ഒരു മതിൽക്കെട്ടിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഓരോരുത്തരുടെ സ്ഥലങ്ങൾ തന്നെയാണ്. നമുക്ക് കോൺവെൻ്റ് ആണെന്നല്ലേ പറഞ്ഞത്? ആ കാണുന്ന ഒരു കോൺവെൻ്റ് ആണ്. പിന്നെ തെങ്ങുകൾ ഏകദേശം ഒരു തെങ്ങുകൾ ഏകദേശം ഒരു 8ഓളം തെങ്ങുകളുണ്ട്. അതുപോലെ തന്നെ പറമ്പിൻ്റെ ഇടയ്ക്കെല്ലാം അതേപോലെ തേക്ക് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് പറഞ്ഞാൽ അടുത്ത് നമുക്ക് ബോർവെല്ലാണുള്ളത്. ഇവിടെയാണ് ബോർവെല്ലുള്ളത്. വെള്ളമൊക്കെ ഇഷ്ടം പോലെ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങോട്ടൊക്കെ വീടുകളാണ് കേട്ടോ.
അതായത് ടൗണിൽ തന്നെയാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത് അല്ലേ? അതെ, ടൗണിൽ തന്നെയാണ്. നല്ല ലെവലായി കിടക്കണ കിണ്ണം കാച്ചി മുതൽ സ്ഥലമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ പ്ലോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലോട്ടുകളൊക്കെ ആയിട്ട് 5 സെൻറ്റോ 10 സെൻറ്റൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ വേണമെങ്കിൽ മുറിച്ച് കൊടുക്കാം. അങ്ങനത്തെ നല്ല സ്ഥലമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പിലാത്തറ ടൗണിൽ നിന്ന് വെറും നടക്കാനുള്ള ദൂരത്തിൽ ഏകദേശം ഒരു 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് എത്തിട്ടോ. മൊത്തം 34 സെൻറ്റ് സ്ഥലമാണുള്ളത്. അതിനകത്ത് ഈ കണ്ണൊരു വീട് കേട്ടോ. നമ്മൾ പിന്നെ നമുക്ക് മേരിമാത ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ. നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻ ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങൾ ഈ ഒരു ഏരിയയിൽ പയ്യന്നൂർ ഏരിയയിൽ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.